ஃப்ரெண்ட்ஸ், 2 தினங்களுக்கு முன்னால் துபாய் இளவரசர் தலைமையில் ஒரு மிகப்பெரிய மராத்தான் நடந்தது. 5 கிலோமீட்டர், 10 கிலோமீட்டர். அது சம்பந்தமான ஒரு வீடியோ நண்பர் ஒரு முகநூலில் பகிர்ந்திருந்தார். அதில் கண்ட ஒரு காட்சி நம்மளெல்லாம் இன்ஸ்பயர் பண்ணுற மாதிரி இருந்தது. அந்த காட்சியை தான் நம்ம இந்த വീഡിയോയിൽ பார்க்க പോகிறோം. മനസ്സില്ലാ മനസ്സോടെ എണീറ്റാണ് ദുബായ് റണ്ണിന് പോയത്. ഇൻസ്റ്റാഗ്രാമിൽ തലേ ദിവസം കൊട്ടി ഘോഷിച്ചുകൊണ്ട് ഇനി പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. റണ്ണ് തുടങ്ങി. ഒരല്പം മുന്നോട്ട് നീങ്ങിയപ്പോഴേ മുന്നിൽ 2 വഴി, ഒന്ന് 5 കിലോമീറ്റർ, മറ്റത് 10 കിലോമീറ്റർ. എളുപ്പ വഴിയിൽ ഓട്ടം പൂർത്തിയാക്കണം, വേഗം വീട്ടിലെത്തണം, മിസ്സായ ഉറക്കം കോമ്പൻസേറ്റ് ചെയ്യണം. ഈ ചിന്തയോടെ 5 കിലോമീറ്റർ റൂട്ടിലേക്ക് തിരിയുമ്പോഴാണ് ആ കാഴ്ച കണ്ണിൽ തട്ടിയത്. പേര് സുബൈർ. ബൈക്ക് അപകടത്തിന് ശരീരത്തെ തളർത്താൻ കഴിഞ്ഞു, പക്ഷേ മനസ്സ് തളരണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലേന്ന്. കോയമ്പത്തൂരുകാരൻ സുബൈർ 10 കൊല്ലത്തിലേറെയായി ദുബായിൽ കുടുംബത്തോടൊപ്പം കഴിയുന്നുണ്ട്. മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. ദുബായിൽ ഇത്ര കാലം ജീവിച്ചിട്ടും ഇതുവരെ ദുബായ് റണ്ണിന് വരാത്ത എല്ലാവർക്കും ഈ വീഡിയോ സമർപ്പിക്കുകയാണ് കേട്ടോ. ജോലിത്തിരക്ക്, ക്ഷീണം, കുടുംബ പ്രാരാബ്ദം, മറ്റ് പല എക്സ്ക്യൂസും പറഞ്ഞ് എക്സസൈസിന് അവധി നൽകുന്ന എന്നെ പോലുള്ളവർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. 1 റൺ 1 സിറ്റി എ ലൈഫ് ടൈം ഓഫ് മെമ്മറീസ് എന്ന് വെറുതെ അല്ല ദുബായ് റണ്ണിന് സ്ലോഗൻ വെച്ചിട്ടുള്ളത്. ഒരായുഷ്കാലം ഓർത്ത് വയ്ക്കാവുന്ന പോസിറ്റിവിറ്റി പ്രദാനം ചെയ്ത് മുന്നോട്ട് കുതിക്കുന്ന ആ സ്ഥിരോത്സാഹിയോട് ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ ഈ സ്പീഡിനൊപ്പത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. തളർന്ന് ഞാൻ പിന്നെ ഓട്ടം നിർത്തി കുറേ ദൂരം നടക്കുകയും ചെയ്തു. വിൽ പവറിൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും പര്യായമായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ അപ്പോഴേക്കും ഏറെ ദൂരം മുന്നിലെത്തിക്കഴിഞ്ഞിരുന്നു. താങ്ക് യു സുബൈർ. യു ആർ മേക്കിംഗ് ഹിസ്റ്ററി വിത്ത് എവറി സ്റ്റെപ്പ്. Keep running. Unstoppable today. I'm unstoppable today.